വീണ്ടും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നേ? നമ്മളിനി എങ്ങോട്ടാ? കുട്ടനാട് പോവാണ്. നമ്മൾ അവിടെ ഒരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇനി ബാക്കി എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്നതെന്നും എല്ലാം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. എന്റെ ദച്ചു കണ്ടോ, അടുത്ത റെഡി ആയിട്ട് വന്നേക്കുവാണ് പുതിയ ഹെയർ സ്റ്റൈൽ. നമ്മളിതേ കായലിന്റെ നടുക്കൂടെ പോവാണ്. രണ്ട് സൈഡ് കാണിക്കോ? കണ്ടോ, ലെഫ്റ്റ് സൈഡ് നോക്ക്, റൈറ്റ് സൈഡ് നോക്ക്. നല്ല സൂപ്പർ വ്യൂ ആണ് കേട്ടോ. ഒതുക്കാൻ സ്ഥലമില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ബോട്ട് മാത്രമല്ല, ഞാൻ മീനൊക്കെ ഉണ്ട് കുറേ. കൊറേ പോണം തോന്നല്ലേ? നമ്മൾ ഒത്തിരി കുറച്ച് നടക്കണം, വണ്ടി പോകത്തില്ല. കാർ അവിടെ ഇട്ടിട്ടാ വന്നേക്കുന്നത്. നമ്മളിപ്പോൾ കഴിക്കാൻ വന്നിരിക്കുന്നത് രാജപുരം ഫാമിലി റെസ്റ്റോറൻറ്റിലാണ്. നമ്മളിപ്പം താറാവ് റോസ്റ്റുണ്ട്, മീൽസ് ഉണ്ട്, കപ്പയുണ്ട്, മീനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബാക്കിൽ ബോട്ടൊക്കെ പോണം, നമുക്ക് കണ്ടുകൊണ്ടിരുന്ന് കഴിക്കണം. മീൻ പൊള്ളിച്ചത്. ഹലോ, പത്ത് പിടിച്ചല്ലേടാ? അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. സൂര്യചേട്ടൻ വന്ന് നമ്മളെ പിക്ക് ചെയ്തു. അപ്പൊ ഫുഡിന്റെ റിവ്യൂ പറയാം. അപ്പൊ നമ്മുടെ ചേട്ടനോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഫുഡ്? നമ്മളെ യൂട്യൂബിലൊക്കെ കണ്ടതും ഇൻസ്റ്റയിലും റീൽസിലൊക്കെ കണ്ടത് വെച്ചാൽ രായപുരം ഷാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രായപുരം ഫാമിലി റെസ്റ്റോറന്റ് കം ഷാപ്പ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഹെവി സാധനമാണ് കണ്ടത്. അപ്പൊ അത് നമ്മൾ ചെന്നപ്പോഴേക്ക് ആംബിയൻസ് എന്ന് പറഞ്ഞ രക്ഷയില്ലാത്ത ആംബിയൻസ്. നമ്മളൊരു വലിയൊരു ഡബിൾ ഡെക്കർ ബോട്ടിലൊക്കെയാണ് നമ്മളിരുന്ന് ഫുഡ് കഴിക്കുന്നത്. തൊട്ട് പുറകിൽ കായല്, അതിന്റെ അപ്പുറ സൈഡിൽ കായല്. അപ്പൊ നല്ല മഴയത്ത് കായലൊക്കെ കണ്ടിരുന്ന് ഫുഡ് കഴിക്കണം. പക്ഷേ ആംബിയൻസിന് ടൺ ഓഫ് പ്രിഫറൻസ് കൊടുക്കണം. ഇവിടെ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങള് ഒരു ഡക്ക മപ്പാസ്, ഒരു കാരി പൊള്ളിച്ചത്, ഒരു വരാല്, 3 ഐറ്റം നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ബില്ലായത് 1500 അതിനകത്ത് കാരി അടിപൊളിയായിരുന്നു, കാരിക്കൊന്നും പറയില്ല. പിന്നെ ഡക്ക റോസ്റ്റും ഡക്ക മപ്പാസും അടിപൊളിയായിരുന്നു. പക്ഷെ ഓവർ പ്രൈസ്ഡാണ്, രണ്ടും ഓവർ പ്രൈസ്ഡാണ്. ചെറിയ കാരിയും ഡക്കും എന്താ പറയാ അത്രയും ക്വാണ്ടിറ്റി ഒന്നുമില്ല, പക്ഷെ റേറ്റ് ഭയങ്കര കൂടുതലായിരുന്നു. ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്. ഈ ഷാപ്പുകളിലും ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഈ ആലപ്പുഴ സൈഡിലൊക്കെ റേറ്റ് കൂടുതലാണോ എന്ന് നമുക്കറിയില്ല. ഈ റേറ്റ് കാണുമ്പോൾ നമുക്കറിയില്ല, ഫസ്റ്റ് ടൈം ആണല്ലോ ട്രൈ ചെയ്യുന്നത്. പിന്നെ വരാല് ഒരു ഫ്രൈ വാങ്ങിച്ചു. വരാല് ഫ്രൈ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങൾ 2 കുട്ടികളും ഞങ്ങൾ 2 മാത്രമാണെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് വലുതൊന്നും എടുക്കരുത്, ചെറുതെടുക്കണമെന്ന് പറഞ്ഞു. അതിന് നേരെ വിപരീതമായിട്ട് നല്ല വലിയ വരാൽ നോക്കി എടുത്തുകൊണ്ട് വന്നു. ഈ വരാലാണെങ്കിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ അത് എന്ന് ചെത്തതാണെന്ന് അതിനെ ഇനി അവിടെ പോയി കണ്ട് ചോദിക്കണം. മീനിന്റെ ഒരു ടേസ്റ്റും ഇല്ല, ഒരു ടേസ്റ്റും ഇല്ലാത്തൊരു മീൻ. ഒരു ടേസ്റ്റ് പക്ഷേ എത്ര ദിവസം പഴക്കം ചെന്നാണെന്ന് കണ്ടെത്തണം. അതിന്റെ വിലയാണെങ്കിൽ 560 രൂപ വാങ്ങിച്ചു, 600 രൂപ അടുത്ത് വാങ്ങിച്ചിരിക്കുകയാണ്. അത് പഴകിയൊരു മീൻ. നമ്മൾ പിന്നെ ഒന്നും പറയാൻ പോയില്ല. നമ്മൾ ആ ഫസ്റ്റ് ടൈമാണ്, നമുക്കതിനെ കുറിച്ച് ധാരണയില്ല. എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണോ ഒന്നും അറിയില്ലല്ലോ. അതുകൊണ്ടൊന്നും പറയാതെ നമ്മൾ ഇറങ്ങി. ഇതാണ് എന്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ യൂട്യൂബേഴ്സിന്റെ ഇൻസ്റ്റയും കണ്ടിട്ട് ഒരിടത്ത് ഫുഡ് കഴിക്കാൻ പോകരുതെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ്. അതിപ്പോ നമ്മുടെ അനുഭവം ഇപ്പൊ പറഞ്ഞു കേട്ടോ.